ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കർശന വിസ നിയമങ്ങൾ ധാരാളം പേരെ ആശങ്കാകുലരാക്കിയിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മളുള്ളത് ലണ്ടനിലാണ്. ഇവിടുത്തെ ഫിയറ്റ്ലോ ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സിന്റെ ഡയറക്ടറായ ജെനീവനാണ് നമ്മളോടൊപ്പം ഉള്ളത്. മിസ്റ്റർ ജെനീവൻ, നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. താങ്ക് യു. ധാരാളം പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു പ്രധാന ഏരിയ ആണല്ലോ ഇപ്പൊ ഈ ILRന്റെ കാര്യത്തിൽ, അതായത് PR ലഭിക്കുന്നതിന് 10 വർഷക്കാലം കാത്തിരിക്കുക എന്നുള്ളത്. ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള PR ലഭിക്കാത്തവരുടെ കാര്യത്തിൽ ഉണ്ടാവുക? അതോടൊപ്പം തന്നെ ഈ ഒരു നിയമം ലോ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് സാധാരണ മലയാളികൾ ഇപ്പോൾ വന്നിട്ടുള്ള അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും പൊതുവെ ഉണ്ടാവുക? ആദ്യം താങ്ക് യു സത്യം സംസാരിക്കാൻ വന്നതിൽ. അപ്പോൾ ഇതൊരു വൈറ്റ് പേപ്പർ എന്നാണ് പറയുന്നത്. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതൊരു പോളിസി ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ബൈ ദ ഗവൺമെന്റ് ആണ് ടു സെറ്റ് ഔട്ട് എ പ്രൊപ്പോസൽ ഫോർ ദ ഫ്യൂച്ചർ ലെജിസ്ലേഷൻ. അപ്പോൾ വരാൻ പോകുന്ന നിയമത്തിന് വേണ്ടിയിട്ടുള്ള ബേസിക്കലി ഒരു പ്രപ്പോസലാണത്. അപ്പോൾ ആ പ്രപ്പോസലിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള ലെവലിൽ ഈ പറയുന്ന ILRനെ ബേസ് ചെയ്യുള്ള കാര്യങ്ങളാണ്. ആ ILRയിലേക്ക് നമ്മൾ കൂടുതൽ വരുമ്പോൾ പറയുന്ന എലമെന്റ് ഒന്ന് 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്ക് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലും എഗെയിൻ നമ്മൾ നാരോ ഡൗൺ ചെയ്യുമ്പോൾ കൂടുതലൊരു കൺസേൺ വരുന്നത് ഈ നിലവിൽ ഈ രാജ്യത്തുള്ളവർ 5 വർഷം ഇൻഡെഫിനിറ്റ് ലീവ് എന്നുള്ളത് 10 വർഷത്തിലേക്ക് ആവുമോ, അതായാൽ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അതൊരു വലിയൊരു കൺസേൺ ആണ്. കാര്യം ഇവിടെ വന്നു, ഈ പറയുന്ന 5 വർഷത്തോളം വർക്ക് ചെയ്തു, ജീവിച്ചു, ഈ 5 വർഷം കൊണ്ട് ഇൻഡെഫിനിറ്റ് ലീവ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാൾക്കാർ, അങ്ങനെ ഒരു നല്ലൊരു സമൂഹം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുള്ള ഈ പറഞ്ഞ സമയം കൊണ്ട് 5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ ഈ പറയുന്ന നിയമമാകുമ്പോൾ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിയമമായി വരുമ്പോൾ, ഇപ്പോഴും അതിൻ്റെ അകത്ത് കൃത്യം ക്ലാരിറ്റി ഇല്ല. പക്ഷെ എന്നാലും അതായി വരുമ്പോൾ ഇവിടെയുള്ള സ്കില്ല് വർക്കുകൾ എല്ലാ ആളുകൾക്കും 10 വർഷമാണ് ആകാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന പല മാർഗങ്ങൾ നമ്മൾ അതിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ പറയുന്നത് അതിനെ 2 രീതിയിൽ കാണാം. ഇതിപ്പോൾ നിയമമാകാൻ പോകുന്നു എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. നിയമമാകുക ഇൻ ദ സെൻസ് ഇത് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നിയമമാകുള്ളൂ. അപ്പോൾ അതിന് എടുക്കാവുന്ന 2 രീതികളുണ്ട്. ഒന്ന് നിയമമാകുന്നതിന് മുമ്പുള്ളത്, പിന്നെ ഒന്ന് നിയമമായി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ നിയമമാകുന്നതിന് മുമ്പുള്ളൊരു ഏരിയയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് നിലവിലുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത് ഈ പറയുന്ന MP-മാർക്കും ഈ പറയുന്ന അതുപോലെ തന്നെ വേണമെങ്കിൽ ഹോം സെക്രട്ടറിക്ക് 3 ലെവലായിട്ട് വേണമെങ്കിൽ ഡീൽ ചെയ്യാം. ഒന്ന് ഹോം സെക്രട്ടറിക്ക് നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ ഒന്ന് അല്ലെങ്കിൽ എന്നിട്ട് നമുക്കൊരു ഓഡിയൻസ് ചോദിക്കാം അവരുടെ അടുത്ത്. ദ സെയിം ടൈം നമുക്ക് ഈ പറയുന്ന MP-മാർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് MP-മാർക്ക് കൊടുത്തിട്ട് നമുക്ക് അവരുടെ അടുത്തൊരു ഓഡിയൻസ് ചോദിക്കാം നമ്മുടെ ഈ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ അതിനൊരു ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ വേണം. അപ്പോൾ അതിന് നമുക്കൊരു ടീം ഓഫ് ആൾക്കാർ വേണം. ആ ടീമിൻ്റെ അകത്ത് ലോയർ, അക്കാഡമീഷ്യൻ, അതുപോലെ കമ്മ്യൂണിറ്റി ഹെഡ്സ്, അതുപോലെ മറ്റ് ഇമിഗ്രേഷൻ ഏരിയകളിലുള്ള സൊസൈറ്റിയിലുള്ള ആളുകൾ, പിന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഹോറിറ്റീസ്, അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടി ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ഷുഡ് ബി മോർ ലൈക്ക് എ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ രീതിയിൽ അതിനെ കാണുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് അത് എങ്ങനെയാണ് ഈ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഫോർ ദ പീപ്പിൾ ആ ഒരു ആംഗിളിൽ കൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ കൊടുത്താൽ നമുക്ക് സീ വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഓൺ ദാറ്റ് എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസൾട്ടേഷൻസ് പോകാം. MP-മാർ അതിന് വേണ്ടുന്ന രീതിയിൽ കൂടെ ടേക്കപ്പ് ചെയ്താൽ ഇറ്റ് ഈസ് ഫൈൻ. പക്ഷെ അതിനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് നമുക്ക് പറയാനുണ്ടാവും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വർക്കൗട്ട് ആയില്ല, പിന്നെ വരുന്നത് ലീഗൽ ലെവലിലുള്ളതാണ്. നിയമം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിമിലർ ടൈപ്പ് ഓഫ് സർക്കംസ്റ്റൻസ് ഏർലിയർ ഉണ്ടായിട്ടുണ്ട്. അതായത് HSMB കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇവിടെ വരികയും അവരിവിടെ വന്ന് വർക്ക് ചെയ്ത് HSMBയിൽ ഇരിക്കുമ്പോൾ ഒരു നിയമം വന്നു. അവർക്ക് വരുന്ന സമയത്ത് 4 വർഷമായിരുന്നു വേണ്ടത് ഈ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ. പക്ഷെ ആ 4 വർഷം ഡ്യൂറിങ് ദ ടൈം ഒരു സ്റ്റാറ്റ്യൂട്ടിൽ അമെൻമെന്റ് വന്നു, വിച്ച് ദേ ഹാവ് ടു ബി ലൈക്ക് 5 years. അപ്പോൾ അന്നേരം ആ സമയത്തുണ്ടായിരുന്ന HSMB ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നിച്ചുകൂടി HSMB ഫോറം UK ലിമിറ്റഡ് എന്നുള്ള ലെവലിൽ ഒരു ഗ്രൂപ്പ് ചാരിറ്റി വന്ന് അവർ ഒരു കളക്റ്റീവായിട്ടൊരു കേസ് ഫയൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഹൈക്കോർട്ടിൻ്റെ ഒരു ഓർഡർ വന്നു. ഈ
4 വർഷം, അതായത് ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാർ 4 വർഷം എന്നുള്ളത് 5 വർഷമായിട്ട് ചെയ്യുന്നത് അൺലോഫുള്ളാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ബ്രീച്ചിങ് ദ നോർമൽ ലൈഫ് ദാറ്റ് പ്ലാനിങ് എക്സ്പെക്ടൻസി എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ലോ അന്നേരം ഉണ്ട്. അപ്പോൾ അതൊരു പ്രസിഡന്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരാം. പിന്നെ ഇതൊരു കേസ് അങ്ങനെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഇത് നിയമമായി വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഇതിന് പറ്റുന്ന ഗ്രൗണ്ട്സ്, ഓരോ വ്യക്തികളുടെ സാഹചര്യങ്ങൾ, അവരുടെ വർക്ക്, അങ്ങനെ അതിനനുസരിച്ചിട്ട് ഇതിലെല്ലാം പല മാറ്റങ്ങളും വരാവുന്നതാണ്. അപ്പോൾ നമുക്കിത് വന്നു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടമാനം ഒരു കൺസേൺസ് നമ്മുടെ ആളുകൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആണ് ഞാനിപ്പോൾ കുറച്ച് നോക്കിയിട്ട് ഇപ്പോൾ സത്യൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നോക്കി നമുക്ക് ഒരു വളരെ ചെറിയ ലെവലിൽ പറയാവുന്ന എന്താണ് അത് പറയുന്നത്. ഇപ്പോഴും ദിസ് ഓൾ ഇൻ ക്ലൗഡ്സ്, അത് നിയമമായി വന്നാലേ ഉള്ളൂ. പക്ഷെ ഇതാണ് പ്രപ്പോസൽ എന്ന് സാഹചര്യം നിൽക്കുന്നു. സോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഈ പറയുന്ന കൺസൾട്ടേഷന് വരുന്നതിന് മുമ്പുള്ള ഈ വർക്കുകൾ നടത്തി നമ്മൾ വേണ്ടുന്ന സ്ഥലങ്ങൾ, അതായത് ഹോം സെക്രട്ടറി, ഈ പറയുന്ന നമ്മുടെ MP-മാർ, അവരെയൊക്കെ അവരെ ഇന്ത്യത്ത് ഒരു ഓഡിയൻസ് കിട്ടി ഇത് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിൽക്കുന്ന ഒരു കാര്യം. എന്നിട്ട് വിൽ സി വാട്ട് ഈസ് കമ്മിങ്. ഇപ്പം നിയമം വരുവാണെങ്കിൽ ദെൻ വി സി എന്താണ് നിയമം, അതനുസരിച്ച് നമുക്കത് നീങ്ങാം. എന്നാലും ദർ ആർ വേസ് ഇൻ വിച്ച് വി ക്യാൻ മൂവ് ഓൺ. എന്തായാലും ഇപ്പോഴും നിയമം പറയാൻ 10 വർഷം അവർ പറയണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ഈ ഒരു ലെവലിലാണ്. എനിക്ക് തോന്നുന്നത് ഈ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റിയതുള്ളൂ. ഇപ്പോൾ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച വൈറ്റ് പേപ്പർ അനുസരിച്ച് ഇനി എന്തൊക്കെയായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്? വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇസ് എ വൈറ്റ് പേപ്പർ. ഇത് നിയമമായി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന ഇമ്പാക്ട്സ് വരാൻ പോകുന്നത്. അത് നിയമം എപ്പോഴാണ് ആകാൻ പോകുന്നത്. അപ്പം അറിയാകേണ്ട കാര്യമല്ല, വേണ്ടുന്ന സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പം നിലവിൽ ഇത് ഈസ് ഓപ്പൺ ഫോർ കൺസൾട്ടേഷൻ ആൻഡ് തിങ്സ്. നിയമം ആയിട്ടില്ല, ഇത് കൺസൾട്ട് ചെയ്ത് പിന്നെ ഇത് ശരിക്കും ഇത് നിയമമാണെങ്കിൽ വെച്ചാൽ ബില്ല് പാർലമെന്റിൽ വന്ന് ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞ് 2 ഹൗസസ് ഓഫ് ദ പാർലമെന്റും അത് അപ്രൂവ് ചെയ്ത് റോയൽ അസെന്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നിയമമാവുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പുള്ള ഒരു സമയമുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ എല്ലാവരും ഇതിനനുസരിച്ച് ആക്ട് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ അത്ര വ്യത്യാസം വരും. പിന്നെ ഈ ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റുള്ളവർക്ക് അവർക്കിപ്പോൾ ഒരു സ്പീഡി ആയിട്ട്, അതായത് 10 വർഷമല്ല, അവർക്ക് കുറഞ്ഞ സമയമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, കാര്യം ഇഫ് ഇറ്റ് കൺസിഡേർഡ് ആസ് ദെയർ കോൺട്രിബ്യൂഷൻ ഈസ് മോർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ ഇൻഡെഫിനിറ്റ് ലീവ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കൺസേൺ വരെ ഇതിപ്പോൾ 5 വർഷം വേണ്ട, ഇനി അതും കുറച്ച് മതി ഇവർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അത് പറയാം. അതിപ്പോൾ നിയമം വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രപ്പോസലാണ്. അപ്പൊ അതില് വലിയ ചേഞ്ചുകൾ വരാനുള്ള സാധ്യത ആണ് ഉള്ളത്. ഇപ്പൊ ഇവരിത് പറയുന്നത് 10 വർഷം എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നു സർട്ടൻ കാറ്റഗറിയിൽ അവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു പറഞ്ഞേക്കണം. പക്ഷെ അതിനെക്കുറിച്ച് വേറെ യാതൊരുവിധ ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്ത് ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പൊ അത് ആയി വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അവർ അതിനെക്കുറിച്ച് കൂടുതൽ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പൊ നമുക്കത് വരുമ്പോഴാണ് അതിനെ കൂടുതൽ പറയാൻ പറ്റില്ല. ഇത് കൂടുതൽ ക്ലാരിറ്റിയിൽ ഇത് പിന്നെ വരും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല ഇപ്പൊ ആർക്കാണ് ഈ ഒരു എക്സെപ്ഷൻ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക്. ഇവർ കുറച്ച് പറയുന്നുണ്ട് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് പോയിന്റ് ബേസ് ചെയ്താണ് വർക്ക്ഔട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അത് വി ഹാവ് ടു സീ, വെയിറ്റ് ആൻഡ് സീ. ഇതിലൊരു കൺസേൺ ആയിട്ട് ഞാൻ കാണുന്നത് ആസോസിറ്റീസ് ഈ 5 വർഷം എന്നുള്ളത് 10 വർഷം എന്നുള്ളത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകാല പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ ഇവിടെ നിൽക്കുന്ന ആളുകളെ എഫക്റ്റ് ചെയ്യും. അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഐ ഡോണ്ട് തിങ്ക് അത്ര ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു സീരിയസ് ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു പ്രോസ്പെക്റ്റീവ് ആംഗിളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂ എല്ലാം അവിടെ തീരുവാണ്. പിന്നെ വരുന്നവർക്ക് ഈ പറയുന്ന 10 വർഷമാണ് അവർ താല്പര്യമാണെങ്കിൽ ആ രീതി വന്നാൽ മതിയല്ലോ. 5 എന്നുള്ളത് 10 ആണ്. ഈ 10 അക്സെപ്റ്റബിൾ ആണെങ്കിൽ അവർ വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണ്ട എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ നിലവിൽ വന്ന ആളുകളുടെ കാര്യം മാത്രമാണ് ആ ഒരു കൺസേൺ ആയിട്ട് കാണുന്നതുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുത്ത് മുന്നോട്ട് പോയാൽ സോർട്ട് ഔട്ട് ആവുന്നതേ ഉള്ളൂ. ബിസിനസ് വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നൽകിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ടോ നിയമമായിട്ട് വരികയാണെങ്കിൽ? മെയിനായിട്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് കൂടുന്നതായിട്ട് പറയുന്നുണ്ട്, കൂടി വരുന്ന പറയുന്നുണ്ട്, നല്ല ശതമാനം കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ബിസിനസ്സിന്റെ കോസ്റ്റ് കൂടും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അഗെയിൻ ഈ ബിസിനസ്സുകാരുമായിട്ട് ഒരു കൺസൾട്ടേഷൻ അതിനകത്ത് ഉണ്ടാകാം. കാര്യം ഇവർക്ക് ആവശ്യത്തിനുള്ള സ്കില്ല് നിലവിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ ഈ കിട്ടുന്ന പൈസയൊക്കെ ഇവിടെ ഒരു സ്കില്ല് ഫർദർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നതിലേക്ക് വരുന്നത്. ദെൻ അഗെയിൻ ഇതെല്ലാവരും എഫക്ട് ചെയ്യുന്നുണ്ട്.
ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കുറയ്ക്കാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹേർഡിൽസ് കൂട്ടുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലാണല്ലോ നമ്പേഴ്സ് കുറയുള്ളൂ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ദർ. ഈ പൊതുവായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒരു സമ്മറി ആയിട്ട് പറയാൻ പറ്റുമോ നമുക്ക് സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ? ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജെനുവിന്റെ ഓഫീസിലാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിനുള്ള സമയം തന്നു. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മോട് പറയാൻ കാണിച്ചതിന് പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ ഇതൊന്ന് സമ്മറി ആയിട്ട് സാധാരണക്കാർക്ക്, നമ്മുടെ ചാനലിൽ കാണുന്ന സാധാരണക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ആളുകൾക്ക് നന്നായിട്ട് അവെയർ ആണ്. ഒരു പരിധി വരെ എല്ലാവരും ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നിലവിൽ ഇതൊരു നിയമമല്ല, പക്ഷേ ഇതൊരു ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ ആംഗിളായിട്ടാണ് വന്നത്. ഒരു ഫ്യൂച്ചർ ലെജിസ്ലേച്ചറിലേക്കുള്ള ഒന്ന്. അപ്പോൾ അത് നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ളത് ഇതിനകത്ത് സീരിയസ് ആയിട്ട് കാണാവുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഈ നിയമത്തിന് 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലേക്ക് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന്, ഈ നിയമം വരുന്നതിന് മുമ്പ്, പിന്നെ ഒന്ന് നിയമം വന്നു കഴിഞ്ഞിട്ട്. അപ്പം നിയമം വരുന്നതിന് മുമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് കൺസൾട്ടേഷൻ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ഓഫ് എം പിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഹോം സെക്രട്ടറിയുടെ അടുത്തോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എം പിമാരുടെ അടുത്തും ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഒരു നിവേദനം കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് ഫർദർ നമ്മളെ കേൾക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം. നമുക്ക് ഈ പറയുന്ന പോലെ അക്കാഡമീഷ്യൻസ് വേണം, നമുക്ക് മറ്റുള്ള ഓർഗനൈസേഷൻസ് വേണം, കമ്മ്യൂണിറ്റി ഹെഡ്സ് വേണം. അങ്ങനത്തെ രീതി കൂടെ ചെയ്ത് നമുക്കത് മൂവ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് റിസൾട്ടിലേക്ക് വരാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഇത് കോടതിയിൽ ആ കേസായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ മൂവ് ചെയ്യണം. പ്രിസിഡൻസ് ഉണ്ട്. നേരത്തെ ഉള്ള ഒരു കേസ് ഞാൻ പറഞ്ഞ പോലെ HSMPയുടെ ഒരു മൂവ് ചെയ്തൊക്കെയാണ് 4 വർഷം എന്നുള്ളത് 5 വർഷം ആക്കി വന്നതിന് ഹൈക്കോടതി പറഞ്ഞു അത് അൺലോഫുൾ ആണ്, അതുകൊണ്ട് അത് വീണ്ടും 4 വർഷമായി. അപ്പോൾ അതുപോലെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കത് നമ്മളിപ്പോൾ പറയുകയല്ല, നമ്മൾ അതിൻ്റെ അകത്ത് ആക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും സാധ്യതകളുണ്ട്. ഇപ്പം നിയമം വരുന്നതിന് മുൻപാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എം പിമാരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ഇളവ് വരാനുള്ള സാധ്യത കൂടിയാണ് നമുക്കിപ്പോൾ മുന്നിലുള്ളത്. എങ്ങനെയാണ് ഇവർ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മൾ പറയുന്നുള്ള കാര്യങ്ങളനുസരിച്ച് അവരിന് വേണ്ടുന്ന മറ്റ് നിയമങ്ങളിലേക്ക് ശരിക്കും വരാം. അപ്പോൾ അത് ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അതിൻ്റെ കണ്ടമാനം ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുള്ളതും അത് ഇതിൻ്റെ അത്ര വലിയൊരു എലമെന്റ് ഉണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ഇവിടെ വന്നവർ ഈ 5 വർഷം വർക്ക് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഒരു അസറ്റാണ്. കാര്യം അത്രയും സ്കിൽ സെറ്റ് അവർക്കുണ്ട്. ഇനി ഇതുപോലൊരു ആൾക്കാരെ വേറെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എത്ര വർഷങ്ങളാണ് എടുക്കണേ? അപ്പൊ ഇത് നമ്മൾ വേറെ ആംഗിളിൽ പറഞ്ഞാൽ ഈ പറയുന്ന UK ഒരു ഗുഡ് എലമെന്റ് ആണ് അതല്ലേ? ഇത്ര ആൾക്കാർ ഈ സ്കിൽ സെറ്റിൽ ഇല്ലാത്ത ആൾക്കാർ സ്കില്ലുള്ളവർ വർക്ക് ചെയ്ത് മാത്രമല്ല ഇവിടെ 5 വർഷം വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഇനി അങ്ങനെയുള്ളവർ അവരെ എഫക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിങ്ങനെയാണ്. ഇതൊരു ഗ്രൂപ്പ് വന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒത്തിരി പോയിന്റുകൾ വരിക. അപ്പോൾ അത് വേണം നമ്മൾ പേപ്പറായിട്ട് വി ഹാവ് ടു പുട്ട് ഫോർവേഡ്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ ഇത് ഒരു ഗ്രൂപ്പിനെ ഫോർമാറ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അതിൻ്റെ അകത്ത്. അപ്പം അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അത്രയും വറീഡാകേണ്ട കാര്യമില്ല. കാരണം നിയമങ്ങൾ വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് പല സാധ്യതകളുണ്ട്. ഇത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ ആശ്വാസകരമായ രീതിയിൽ, നല്ല രീതിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതാണ്. അതെ, അതായത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല. നമുക്ക് കൺസേൺ ഉള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ തുടർന്ന് അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരും ദിവസങ്ങൾ വരും. ഇപ്പം നമ്മളിപ്പോഴും സംസാരിക്കുന്നത് സ്വല്പം പ്രീമച്ചുറാണ്. അത്രയും ഡെപ്തിലേക്ക് എൻ്റെ ഫുൾ കാര്യങ്ങൾ വന്നിട്ടില്ല, എസ്പെഷ്യലി ഇൻഡെഫിനിറ്റ് ലീവിൻ്റെ കാര്യത്തിൽ. ഇത് പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, 5 വർഷം, ചിലപ്പോൾ ഇനി സമയം കുറച്ച് വരാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കുറഞ്ഞും വരും, ആർക്കറിയാം. അപ്പോൾ നമുക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് 5 വർഷം എന്നുള്ള ചിലപ്പോൾ 4 വർഷമാക്കി ചിലപ്പോൾ കുറയ്ക്കാനും പറയാൻ പറ്റില്ല നമുക്ക്, അല്ലേ? ഇപ്പോൾ നമ്മളത് അങ്ങനെയൊക്കെ പറയണം. അത് രസമുള്ള കാര്യമാണ്, നമുക്ക് കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷെ അത് വരുവാണെങ്കിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. നമ്മളതിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതാവില്ലല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ വളരെയധികം നന്ദി, ഇത്രയും നേരം നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച്, കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്നതനുസരിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ കാര്യങ്ങൾ പിന്നെ നമുക്ക് അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇക്കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. അതിനായി ഈ നൽകിയിട്ടുള്ള ഇമെയിലിൽ കോൺടാക്ട് ചെയ്യുക.
ഓക്കെ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ടും അത് അനലൈസ് ചെയ്തുകൊണ്ട് അത് നിങ്ങളോട് കൃത്യമായിട്ട് പറയാം. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. വളരെയധികം നന്ദി മിസ്റ്റർ ജെനീവൻ, ഇത്രയും നേരം നമ്മുടെ ഈ ചാനലിന് വേണ്ടി വ്യൂവേഴ്സിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. താങ്ക് യു. താങ്ക് യു.